ഇടുക്കി നെടുങ്കണ്ടത്തെ ഇരട്ട കൊലപാതകം അതിൻ്റെ ഞെട്ടലിലാണ് ആ പ്രദേശം. അതിൽ കൊല്ലപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഇടുക്കി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുക എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. പ്രതിയെന്ന് സംശയിക്കുന്ന സജി, അതായത് ഈ കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഇളയ മകനായ സജിക്കായുള്ള തെരച്ചിലാണ്. സജിയാണ് ഈ കൊലപാതകി എന്നാണ് പോലീസ് സംശയിക്കുന്നത്. തെരച്ചിൽ ഊർജിതമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രിൻസ് ജെയിംസ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. പ്രിൻസ്, ഈ സജിയെ കേന്ദ്രീകരിച്ച് തന്നെയാണല്ലോ അല്ലേ അന്വേഷണം മുന്നോട്ട് പോകുന്നത്? ഈ ഒരു കൊലപാതകത്തിലേക്ക് സജിയെ എത്തിച്ചതിന് പലവിധ കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതായി പോലീസ് കാണുന്നത് ഏത് രീതിയിലാണ്? ഈ കൊലപാതകത്തിന് ശേഷം സജി സ്ഥലം വിട്ടു, അല്ലെങ്കിൽ ഒരുപക്ഷെ സംസ്ഥാനം തന്നെ വിട്ടുപോകാനുള്ള സാധ്യതകളിലേക്കൊക്കെയാണോ കാര്യങ്ങൾ പോകുന്നത്? രഞ്ജിത്ത്, തീർച്ചയായും സജിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. സജി തന്നെയാണ് ഇത്തരത്തിലൊരു കൃത്യം നിർവഹിച്ചത് എന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം. കഴിഞ്ഞ ദിവസമാണ്, അതായത് ഈ അന്വേഷണം ആരംഭിച്ച പോലീസ് മേഖലയിലേക്ക് എത്തിയപ്പോൾ, അതായത് പരാതി ലഭിച്ച് ആളുകളെ കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ച പോലീസ് എത്തിയപ്പോഴാണ്, വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് സജി ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നത്. തുടർന്ന് ആ സമയത്തേക്ക് അദ്ദേഹം വസ്ത്രങ്ങളൊക്കെ എടുത്ത് ബാഗൊക്കെ തയ്യാറാക്കി എവിടേക്കുള്ള യാത്രയ്ക്കുള്ള ഒരുക്കത്തിലായിരുന്നു. ഇതിനുശേഷമാണ് ഇവിടുന്ന് പോലീസ് എത്തിയ ശേഷമാണ് ഇവിടുന്ന് ഓടി രക്ഷപ്പെടുന്നത്. എന്തായാലും ഉടൻ തന്നെ സജിയെ പിടികൂടാനാകുമെന്നാണ് പോലീസ് കരുതുന്നത്. വളരെ ദൂരേക്ക് പോകാൻ സാധ്യതയില്ല എന്നൊരു നിഗമനം ഉണ്ട്. മേഖലയിലെ ഇതിന് ഉൾപ്രദേശങ്ങളിലൊക്കെ സജി ഉണ്ടാവുമെന്ന ഒരു നിഗമനത്തിലാണ് പോലീസ്. എന്തായാലും കൃത്യമായൊരു തെരച്ചിൽ നടത്തുന്നുണ്ട്. ഏറെ ദുരൂഹതകൾ നിറഞ്ഞതാണ് ഈ കേസ്, ഇരട്ട കൊലപാതകം. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടുപേരെയും, അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തിയ ശേഷം വീടിന് സമീപത്ത് കുഴിയെടുത്ത് കുഴിച്ചിടുകയായിരുന്നു. അതിനുശേഷം ദിവസങ്ങളോളം, ഏകദേശം 15 ദിവസങ്ങൾക്ക് മുൻപ് ആണ് മരണം സംഭവിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. അതായത് അതിനുശേഷം ഇത്രയും ദിവസവും ഈ വീട്ടിൽ തന്നെ സജി കഴിഞ്ഞുകൂടിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. കൃത്യമായും ഈ സംഭവത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകേണ്ടതുണ്ട്. അവിടത്തേക്ക് നീക്കിയാൽ മാത്രമേ മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങാൻ സാധിക്കുള്ളൂ. എന്തായാലും വലിയ ദുരൂഹതകൾ നിറഞ്ഞതാണ് ഈ സംഭവം. അതായത് ഈ ഇതിനു മുൻപ്, ഈ സംഭവത്തിന് തൊട്ടു മുൻപായി ഈ പ്രദേശത്തെ ആളുകളെയൊക്കെ, ചിലരെയൊക്കെ സജി തന്റെ വിവാഹമാണെന്ന് പറഞ്ഞുകൊണ്ട് വിവാഹം ക്ഷണിച്ചിരുന്നു. ഏകദേശം 500 പേർക്ക് വിരുന്നൊരുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇയാൾ വിവാഹം ക്ഷണിച്ചിരുന്നു. എന്നാൽ കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും വീട്ടിലൊരു മരണം നടന്നു, അല്ലെങ്കിൽ ഒരു അടുത്ത ബന്ധു മരണപ്പെട്ടു, അതുകൊണ്ട് വിവാഹം മാറ്റിവെച്ചു എന്ന് പറഞ്ഞ് വിവാഹം മാറ്റിവെച്ചതായി നാട്ടുകാരെ അറിയിക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് നാട്ടുകാർ നടത്തിയ ഒരു അന്വേഷണത്തിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല, വിവാഹ നിശ്ചയം ഉണ്ടായിട്ടില്ല എന്ന് നാട്ടുകാർക്ക് മനസ്സിലാകുകയും അങ്ങനെയൊക്കെയാണ് തുടർന്ന് കൃത്യമായ ഒരു ഇടപെടൽ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്.